എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു നോർമൽ ലാപ്ടോപ്പാണ്. ഇതാണ് ഒരു AI ലാപ്ടോപ്പ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് AI ലാപ്ടോപ്പ് എന്ന്. ലെറ്റ്സ് സീ. ഇതാണ് ഇന്റൽ കോർ അൾട്ര 155H പ്രോസസ്സറുള്ള Acer Swift Go 14 എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു PC കാറ്റഗറിയാണ് AI PCs എന്ന് പറയുന്നത്. പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാ എന്താണ് AI PC എന്നുള്ളതും അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്താണെന്നുള്ളതും. അവരെനിക്ക് ഈ ലാപ്ടോപ്പ് തന്നു എന്ന് കരുതിയിട്ട് ഇതിനെക്കുറിച്ച് പൊക്കി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരും കരുതരുത്. കേരളത്തിൽ വളരെ ജെന്യുവൻ ആയിട്ട് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്ലീൻ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് ഇതിനെ ഉപയോഗിച്ചതിന് ശേഷമുള്ള വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇതിനകത്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. കഴിഞ്ഞ 14 ദിവസമായിട്ട് ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് വരാണ് എൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട്. ആൻഡ് ഈവൻ നിങ്ങൾ ലാസ്റ്റ് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള, അതായത് ഈ വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുള്ള 2-3 വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടുള്ളതും ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്താണ്. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വലിയൊരു സ്ക്രീനിൽ എഡിറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ സ്ക്രീനിലേക്ക് വന്ന സമയത്ത് എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ടും വി മാനേജ് ടു പുൾ ഓഫ് എ കിഡിലം വീഡിയോ. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ AI കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കിടിലമാണ്. പ്രൊഡക്ടിവിറ്റി ടു ക്രിയേറ്റിവിറ്റി എല്ലാ സൈഡിലും ഭയങ്കര കിടിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് AI ഇതിനകത്ത് ചുമ്മാ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, പെർഫോമൻസും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഹെൽത്തും രണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിടിലമായിട്ട് കിട്ടാനായിട്ടുള്ള സെറ്റപ്പിലാണ് അവർ ഈ ലാപ്ടോപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പല മാനുവലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുട്ടി ടാസ്കുകളും അതുപോലെ തന്നെ വലിയ ടാസ്കുകളും എനിക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് പല ഞാൻ ഉപയോഗിക്കുന്ന AI ആപ്ലിക്കേഷൻസും വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫൈൻ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് മറ്റ് PC-യിൽ നമ്മൾ ട്രൈ ചെയ്തതിന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആസ് ഓൾവേസ് ലെറ്റ് മീ പ്രൂവ് ഇറ്റ്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ വരും. അതായത് എന്താണ് AI PC അല്ലെങ്കിൽ നോർമൽ PC എന്ന് എന്താണ് AI PC ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വരില്ലേ? അത് ഞാൻ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. നോർമൽ PC എപ്പോഴും വളരെ ബേസിക് ആയിട്ടുള്ള AI ടാസ്കുകൾ ചെയ്യാൻ മാത്രം കേപ്പബിൾ ആയിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറൻ്റ്ലി നമ്മുടെ മാർക്കറ്റിലുള്ള പല ക്രിയേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ ടൂളിൻ്റെ അകത്തും അതായത് സോഫ്റ്റ്വെയർസിൻ്റെ അകത്തും AI ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. പ്രീമിയർ എടുത്തു കഴിഞ്ഞാലുണ്ട്, ഓഡിഷൻ എടുത്തു കഴിഞ്ഞാലുണ്ട്, അങ്ങനെ പല സോഫ്റ്റ്വെയറിൻ്റെ അകത്തും പല ടൂളിൻ്റെ അകത്തും AI ഇൻ്റഗ്രേഷൻ ഉണ്ട്. AI ഇൻ്റഗ്രേഷൻ അവർ കൊണ്ടുവരുന്നത് നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള ടാസ്കുകളും നമ്മൾ യൂഷ്വലി ടൈം കൺസ്യൂം ചെയ്ത് ചെയ്യുന്ന ടാസ്കുകളെല്ലാം ഈസി ആക്കി നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ വെച്ചിരിക്കുന്ന മൈക്കില്ലേ, ഇത് ആക്ച്വലി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മൈക്കാണ്. ഇതിൻ്റെ അകത്തുനിന്ന് വളരെ ബിറ്റ് സൈസ് ഉള്ളതോ വളരെ സൈസുള്ള ഓഡിയോ ഒന്നും പ്രൊഡ്യൂസ് ആവില്ല. എന്നാൽ ചില സമയം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ മൈക്ക് ഉപയോഗിക്കാതെ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വയ്ക്കുന്നത് ഷോർട്ട് ഗൺ മൈക്കാണ്. റോഡിൻ്റെ NT-G5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഗൺ മൈക്ക് ആൻഡ് വിച്ച് കോസ്റ്റ് എ ലോട്ട്. ആ മൈക്കിൻ്റെ അകത്തുനിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ എന്ന് പറയുന്നത് 24 ബിറ്റും 128 ബിറ്റൊക്കെ ആയിരിക്കും. ഹൈ ഡേറ്റ ഉള്ളതാണ്. അങ്ങനെയുള്ള 20-30 മിനിറ്റുള്ള ഓഡിയോ നമുക്ക് നോയ്സ് റിഡക്ഷൻ ചെയ്യാനായിട്ട് ഭയങ്കര സമയമെടുക്കും. അഡോബ് ഓഡിഷൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് നോയ്സ് റിഡക്ഷൻ, അതായത് നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു AI ഇൻ്റഗ്രേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് AI കേപ്പബിലിറ്റി ഉള്ള ഒരു PC വേണം. അവിടെയാണ് AI PCs വരുന്നത്. നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഒരു AI ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിടും പോലെ അത്ര സിമ്പിൾ അല്ല. ഇങ്ങനെയുള്ള AI PCക്കകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് AI കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ്വെയർ കാണും. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ Acer Swift Go 14 എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പാണ്. ഇതിൻ്റെ അകത്ത് ഇന്റൽ കോർ അൾട്ര 7 155H എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സറാണ് ഉള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും കട്ടിങ് എഡ്ജ് ടെക്നോളജി ഉള്ള ഒരു പ്രോസസ്സറാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു CPU, ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു GPU, ഡെഡിക്കേറ്റഡ് ആയിട്ട് AIക്ക് വേണ്ടിയിട്ട് ഒരു NPUവും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ആദ്യത്തെ പ്രോസസ്സറാണ് ഇന്റൽ കോർ അൾട്ര 7 155H എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സർ. അതാണ് നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരും. ചേട്ടാ, CPU നമുക്ക് മനസ്സിലായി, GPU നമുക്ക് മനസ്സിലായി, എന്താണ് NPU? പറഞ്ഞുതരാം. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു NPU എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPUവിൻ്റെ അകത്ത് നിന്നും GPUവിൻ്റെ അകത്ത് നിന്നും ഈ AI ടാസ്കുകൾ ചെയ്യാനുള്ള ലോഡുകൾ ഓഫ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ലോഡുകൾ കുറച്ചെടുക്കും. കാരണം ഇപ്പം നമുക്ക് വിചാരിക്കാം, അതായത് ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. ഈ വീഡിയോ എടുക്കുന്നത് അക്ഷയ്, ഇവിടെ അനന്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേറൊരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ അനന്തു CPU ആണെന്ന് വെച്ചോ, അക്ഷയ് GPU ആണെന്ന് വെച്ചോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി AI ടാസ്കുകൾ
ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി കുറേ ടാസ്കുകൾ ചെയ്യാനുണ്ട്. ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യണം, അതിനകത്തുള്ള ബാക്കി സോഫ്റ്റ്വെയർസൊക്കെ റൺ ചെയ്യണം, മെമ്മറി അതുപോലെ തന്നെ റാം കറക്റ്റായിട്ടെല്ലാം കൊണ്ടുപോകണം, കേഷ് സ്റ്റോർ ചെയ്യണം, അങ്ങനെയുള്ള ഇഷ്ടംപോലെ ടാസ്കുകളുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ട് ടാസ്കുകളും കൂടി ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഭയങ്കരമായിട്ട് അവർ യൂസ് ചെയ്യും. അത് മാത്രമല്ല അവരെ കൊണ്ട് അത്രയും പറ്റൂല, അവരെ കൊണ്ട് പറ്റൂല. അവിടെയാണ് ഞാൻ വരുന്നത്. ഞാനാണ് NPU. ഞാൻ അവരുടെ അടുത്ത് പറയും, അനന്തു, അക്ഷയ്, ആ ടാസ്കുകളെല്ലാം എന്താ ഞാൻ ചെയ്തോളാം. കാരണം ടാസ്കുകൾ ചെയ്യാനായിട്ട് ഡിഗ്രി എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മനസ്സിലായോ? അതായത് എനിക്ക് ടാസ്കുകൾ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്കിൽ സെറ്റുകളുണ്ട്. അപ്പോൾ ഞാനാണ് അവരെക്കാളും ബെറ്റർ ആയിട്ട് ടാസ്കുകൾ ചെയ്യാം. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ടാസ്കുകൾ മൊത്തം ഞാൻ അങ്ങ് മേടിച്ചെടുക്കും. അപ്പോൾ പവർ എഫിഷ്യൻ്റ് ആയിട്ടും എന്നാൽ ഭയങ്കര പെർഫോമൻസിലും നമുക്ക് എല്ലാവർക്കും കൂടി വർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ശരിക്കും നമ്മളൊരു PC ഉപയോഗിക്കുന്ന സമയത്ത് നോട്ടിസബിൾ ആയിട്ടുള്ള ചേഞ്ച് എവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ലേറ്റേഴ്സ്, അസിസ്റ്റൻസ് ഇല്ലേ, ChatGPT അതേപോലുള്ള സാധനങ്ങൾ, ഇമേജ് ജനറേഷൻസ്, അതായത് ടെക്സ്റ്റ് ടു ഇമേജ് ഒക്കെ ഇല്ലേ. യൂഷ്വലി നമ്മുടെ ലാപ്ടോപ്പിൽ, നിങ്ങളുടെ നോർമൽ ലാപ്ടോപ്പിൽ ടെക്സ്റ്റ് ടു ഇമേജ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും അത് പ്രോസസ്സായി വരാൻ. പക്ഷേ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് ടെക്സ്റ്റ് ടു ഇമേജ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് അത് വർക്ക് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇൻ്റലിൻ്റെ ഒരു ബൂസ്റ്റും കൂടിയുണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോ പവർ ആക്സിലറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്ക് പവർ വളരെ കുറച്ചെടുത്തുകൊണ്ട് എന്നാൽ ഭയങ്കര കിടിലമായിട്ട് ടാസ്കുകളും അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഇൻ്റലിൻ്റെ ബൂസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഇന്നല്ല, ഇനി നിങ്ങൾ അങ്ങോട്ട് ലാപ്ടോപ്പ് വാങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. ഇത് ആക്ച്വലി കുറേ നാൾ മുന്നേ ഞാൻ വേറെ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ക്രോമിൽ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ വേറൊരു ടൂൾ ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റൽ പ്രോസസ്സേഴ്സിൻ്റെ അകത്ത് ഇൻ്റലിൻ്റെ 3D പെർഫോമൻസ് ഹൈബ്രിഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് 3D പെർഫോമൻസ് ഹൈബ്രിഡ് ആർക്കിടെക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഞാനിത് പറയുന്നത് വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധ മാറരുത്. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രോസസ്സേഴ്സിൻ്റെ അകത്ത് ഓരോ സെറ്റ് ഓഫ് കോറുകൾ ഓരോ ഡ്യൂട്ടിക്കായിട്ട് അസൈൻ ചെയ്തിരിക്കുകയെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ P കോർ എന്ന് പറഞ്ഞിട്ട് ഒരു കോറുണ്ട്, അതായത് പെർഫോമൻസ് കോർ. ഈ P കോർ എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനും അതായത് ഡിമാൻഡിങ് ആയിട്ടുള്ള വർക്ക് ലോഡ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് സേ ഗെയിമിംഗ്, ലെറ്റ്സ് സേ എഡിറ്റിംഗ്, റെൻഡറിങ്, ഇതേപോലുള്ള ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ P കോറുകൾ ഉള്ളത്. അതുപോലെ തന്നെ അവിടെ കോറും ഉണ്ട്. കോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് P കോറിൻ്റെ ഓപ്പോസിറ്റ്, ഡിമാൻഡ് കുറഞ്ഞ അല്ലെങ്കിൽ വളരെ ഹൈ പെർഫോമൻസ് വേണ്ടാത്ത രീതിയിലുള്ള ടാസ്കുകൾ. ഇതിനകത്ത് 6 പെർഫോമൻസ് കോറും 8 എഫിഷ്യൻസി കോറുമാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ 2 സെറ്റ് ഓഫ് കോറുകൾ അല്ലാതെ എക്സ്ട്രാ കുറച്ച് കോറുകളും കൂടി ഇൻ്റൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് ലോ പവർ എഫിഷ്യൻസി കോർ. അടുത്തൊരു ഫീച്ചറാണ് ഇൻ്റൽ ത്രെഡ് ഡയറക്ടർ. ഈ ത്രെഡ് ഡയറക്ടർ എന്ന് പറയുന്നത് സിനിമ ഡയറക്ടറൊന്നുമല്ല. ത്രെഡ് ഡയറക്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്ക് ലോഡിനെ മാനേജ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ NPU, ഇവൻ അതായത് അക്ഷയ് GPU, അനന്തു CPU. അപ്പോൾ ഇതിനകത്ത് ഓരോ ആൾക്കാർക്കും വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വേറൊരാൾ ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇൻ്റലിൻ്റെ ത്രെഡ് ഡയറക്ടർ. ഫോർ എക്സാമ്പിൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ആക്കിയെന്ന് വെച്ചോ. അപ്പോൾ ഡാവിഞ്ചി റിസോൾവ് വളരെ ഹൈ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്, ഡിമാൻഡിങ് ടാസ്ക്കാണ്. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് P കോറിന് കൊടുക്കും. എന്നാൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ സ്പോട്ടിഫൈ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പോട്ടിഫൈ ലെസ് ഡിമാൻഡിങ്ങും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ സ്പോട്ടിഫൈനെ കോറിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ഇതാണ് ഇൻ്റലിൻ്റെ ത്രെഡ് ഡയറക്ടർ ചെയ്യുന്നത്. ഇൻ്റലിൻ്റെ ആർക്ക് ഗ്രാഫിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഇൻ്റലിൻ്റെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്വന്തം ഗ്രാഫിക്സ് യൂണിറ്റ് ആണ് ഈ ആർക്ക് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇൻ്റൽ ആർക്കിൻ്റെ ഗ്രാഫിക് കാർഡ് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ഈ കാണുന്നത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് Acerൻ്റെ Swift Go 14 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്താണ്. ആൻഡ് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ആവുന്നത്. മേ ബി ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. യൂഷ്വലി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കീബോർഡിനേക്കാളും കോമ്പാക്റ്റ് ആയിരിക്കും. ഈ വീഡിയോയുടെ റോ നോക്കിക്കഴിഞ്ഞാൽ 4K 10 ബിറ്റ് ഫുട്ടേജ് ആണ്. ആൻഡ് 4K 10 ബിറ്റ് ഫുട്ടേജ്
എൻ്റെ ആ സ്റ്റുഡിയോക്കകത്തിരിക്കുന്ന കമ്പ്യൂട്ടറിന് വരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമുള്ളതാണ്. ബട്ട് ഈ ഒരു ലാപ്ടോപ്പ് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇന്റൽ കോർ അൾട്രാസൗണ്ട് പ്രൊസസ്സേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റലിൻ്റെ തന്നെ 4 പ്രോസസ് ടെക്നോളജി വെച്ച് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര റിമാർക്കബിളി അല്ലെങ്കിൽ കിഡിലുമായിട്ട് പവർ എഫിഷ്യൻ്റ് ആയിരിക്കും. 2024 ഓൾമോസ്റ്റ് അവസാനിക്കാറായിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊരു ലാപ്ടോപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ APCs എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്, ഫ്യൂച്ചർ പ്രൂഫ്. കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പല സോഫ്റ്റ്വെയർസും എല്ലാ തരത്തിലുള്ള ഇൻ്റഗ്രേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ പോവാണ്. ആക്ച്വലി ഈ 14 ഇഞ്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ടച്ച് സ്ക്രീനാണ്. നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഓഫീസ് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനായിട്ട് ഇതിനകത്ത് തൊട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ടീമിലുള്ള പലരും ആക്സിഡൻ്റലി തൊട്ട് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ടച്ച് സ്ക്രീൻ ഉള്ള കാര്യം അറിഞ്ഞത്. അപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ലാപ്ടോപ്പ് കാണുന്ന സമയത്ത് ഒരു ടച്ച് സ്ക്രീൻ ലാപ്ടോപ്പായിട്ട് തോന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ എക്സൈറ്റഡ് ആക്കിയെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് വീണ്ടും എക്സൈറ്റഡ് ആക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യത്തിന് ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാൻ പറയുകയാണ്. അതായത് ചുമ്മാ ഹാർഡ്വെയർ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, അതിനനുസരിച്ചിട്ടുള്ള ഏറ്റവും കിടിലമായിട്ടുള്ള സോഫ്റ്റ്വെയർസും വേണം. ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ എത്രത്തോളം സിങ്ക് ആവുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കിട്ടുക. നമ്മുടെ ഇന്റൽ 100-ലധികം ഇൻഡിപെൻഡന്റ് സോഫ്റ്റ്വെയർ വെൻഡേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട്, അതായത് പാർട്ട്ണർ ചെയ്തിട്ട് 300-ലധികം AI എൻഹാൻസ്ഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പല യൂസ് കേസസിലും, ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ടു ഇമേജ് ജനറേഷൻ, അതായത് നിങ്ങളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമാജിനേഷൻ ആവാം. അതായത് നമ്മുടെ ടിം കുക്ക് ചായ അടിക്കുന്നതാണ് നിങ്ങളുടെ ഇമാജിനേഷൻ എന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഭയങ്കര സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ടീംസ്, അതായത് മൈക്രോസോഫ്റ്റ് ടീംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൊളാബറേറ്റീവ് എഫക്ട്സ് ഇഷ്ടം പോലെയുണ്ട്. അതായത് നിങ്ങളുടെ ടീംമേറ്റ്സിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന കുറേ പരിപാടികളുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗെയിമിംഗ് എന്ന സെഗ്മെൻറ്റ് വരുന്ന സമയത്ത് ഞാൻ കുറേ നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പല ഗെയിമുകളും ഇപ്പോൾ അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ റെസൊല്യൂഷൻ കുറഞ്ഞ വിഷ്വൽസിനെ AI ഉപയോഗിച്ചിട്ട് അപ്സ്കെയിൽ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വിഷ്വൽ തരാനുള്ള പരിപാടികളൊക്കെ ഈ ഗെയിമിൻ്റെ അകത്തുണ്ട്. XE സൂപ്പർ സാമ്പിളിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഒഡാസിറ്റി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമുക്ക് ഓഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ അകത്ത് AI വെച്ചിട്ട് കിഡിലുമായിട്ട് നോയ്സ് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പ്രിഫറൻസ് വെച്ചിട്ട് നമുക്ക് എഡിറ്റ്സ് സജസ്റ്റ് ചെയ്തും നമ്മുടെ ആ ഒരു ഒഡാസിറ്റി തരുന്ന ഫീച്ചറൊക്കെ ഉണ്ട്. അതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ആവും. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതായത് ഈ ഒരു ലാപ്ടോപ്പിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യുന്നതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ സ്വന്തം ലാപ്ടോപ്പാണ്. അപ്പോൾ അത് ആക്ച്വലി എൻ്റെ ആൻഡ്രോയിഡുമായിട്ട് അത്ര സീംലെസ് ആയിട്ട് വർക്ക് ആവില്ലെങ്കിലും എൻ്റെ ഐഫോണുമായിട്ട് വളരെ സീംലെസ് ആയിട്ട് തന്നെ വർക്ക് ആവും. പക്ഷേ ഞാൻ ഈ ലാപ്ടോപ്പിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഐഫോണുമായിട്ട് എനിക്ക് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റലിൻ്റെ യൂണിസൺ വെച്ചിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണും iOS ഫോണും നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന കോളുകളും മെസ്സേജസും കാര്യങ്ങളൊക്കെ എനിക്ക് ലാപ്ടോപ്പിൻ്റെ അകത്തുനിന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാനും റിപ്ലൈ കൊടുക്കാനൊക്കെ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിനെ പരിചയപ്പെടാം. ശരിക്കും നമ്മുടെ Acerൻ്റെ Swift Go 14 എന്ന് പറയുന്നത് ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ളതാണ്, ലൈറ്റ് വെയ്റ്റും ആണ്. ഞാൻ എന്താ 2 വിരലിൽ പിടിച്ച് കാണിച്ചുതരാം. അതാ കണ്ടോ, എൻ്റെ 2 വിരലിലാണ് ഞാനിത് ബാലൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലൈറ്റ് ആണെന്നുള്ളത്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത്രയും സുഖമുള്ള ഒരു ലാപ്ടോപ്പ് വേറെ ഇല്ല. ബാഗിൻ്റെ അകത്ത് എടുത്തിടുക, കൊണ്ടുപോവുക, ബാഗിൻ്റെ അകത്ത് ഈ ലാപ്ടോപ്പ് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. 14 ഇഞ്ചിൻ്റെ ഒരു IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് 16:10 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോയിലാണ് ഈ സ്ക്രീൻ സൈസ് വരുന്നത്. ആൻഡ് 100% DCI P3 കളർ ഗാമറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കളേഴ്സ് എല്ലാം വളരെ അക്യുറേറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കളർ ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. VISA ഡിസ്പ്ലേ HDR 500 സർട്ടിഫൈഡ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഹൈ ഡൈനാമിക് റേഞ്ച് സർട്ടിഫിക്കേഷൻ ആണ്. എൻ്റെ ഇതിനകത്ത് ഡുവൽ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, DTS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സിനിമയും കാര്യങ്ങളൊക്കെ കാണാം. 1440pയുടെ ഒരു ക്വാഡ് HD വെബ്കാം ആണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഓൺലൈൻ മീറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് Acerൻ്റെ പ്യൂരിഫൈഡ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മുടെ ഇന്റലിൻ്റെ AI ബൂസ്റ്റ് സപ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ആ ഒരു മീറ്റിലിരുന്നിട്ട് ഇങ്ങനെയൊക്കെ അനങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ വെബ്കാം കറക്റ്റായിട്ട് നമ്മളെ ട്രാക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ടാണോ നീങ്ങുന്നത് അതിനനുസരിച്ച് ഫ്രെയിം ചെയ്യും, ഓട്ടോ ഫ്രെയിം ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉണ്ട്. പിന്നെ പറയാനുള്ളത് Acerൻ്റെ പ്യൂരിഫൈഡ് വോയിസ്. നമ്മുടെ വിഷ്വൽ പോലെ തന്നെ പ്യൂരിഫൈഡ് വോയിസിൻ്റെ അകത്ത് വരുന്നത് ക്ലിയർ ആയിട്ടുള്ള നോയ്സ് ഇല്ലാത്ത ഓഡിയോ. ഓക്കെ, റീസെൻ്റ്ലി ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യത്തിനായിട്ട്. അന്ന് ഞാൻ ക്യാരി ചെയ്തത് ഈ ഒരു ലാപ്ടോപ്പായിരുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തു, കുറേ സ്ക്രിപ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഞാൻ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണല്ലോ മീറ്റിങ്ങിൽ. ഏകദേശം ഒരു 45 മിനിറ്റ് 30 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഉള്ള ഓരോ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തു. എന്നിട്ട്
എനിക്ക് അറൗണ്ട് ഒരു 25% ചാർജൊക്കെ 24% 25%ഓളം ബൈ എൻഡ് ഓഫ് ദ ഡേ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു ദിവസം മൊത്തം ലാസ്റ്റ് ചെയ്യാൻ, ഇത്രയും ടാസ്കുകൾ ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാറ്ററി നല്ല കിടിലമാണ് ഈ ഒരു ഏസറിൻ്റെ സ്വിഫ്റ്റ് ഗോ 40ൻ്റെ അകത്ത്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ച് പെട്ടെന്ന് പടപടാന്ന് ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും വർക്ക് തുടങ്ങാം. 16 GB റാമും 1 TB ഇൻറ്റർണൽ സ്റ്റോറേജ് ആണുള്ളത്. ശരിക്കും ഈ ലാപ്ടോപ്പ് ആർക്കൊക്കെയാണ് ഉപകാരപ്രദമാവുന്നത്, ആരൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഗെയിം കളിക്കും. ബട്ട് നിങ്ങൾ മെയിൻലി പ്രൊഡക്ടിവിറ്റി, നിങ്ങളിപ്പോൾ കോഡ് ചെയ്യുന്ന ആളാണ്, നിങ്ങളിപ്പോൾ മേ ബി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസ് യൂസ് ചെയ്യുന്നതാണ്, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടു തീർന്നില്ലേ? ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ലാപ്ടോപ്പ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏസറും അതുപോലെ തന്നെ ഇന്റലും കൊണ്ടുവരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവോ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് തന്നെ ക്രിയേറ്റേഴ്സിന് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടാണ് അവർ കൂടുതലായിട്ട് ഇത് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റേഴ്സിന് 36,000 രൂപ വെർത്തായിട്ടുള്ള സോഫ്റ്റ്വെയർസും ടൂളുകളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്ചർ 1ഉം ലൂമിനാർ നിയോയും നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗസ് പ്രോ 365 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനകത്ത് കുറേ AI വീഡിയോ എഡിറ്റിംഗ് ടൂളുകളും കൂടി ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ വർക്ക് ഫ്ലോ ഭയങ്കരമായിട്ട് കൂട്ടും. പിന്നെ എക്സ്പ്ലിറ്റും അതുപോലെ തന്നെ AI വിർച്വൽ ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീച്ചറും കൂടി ഇൻബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ ത്രൂ ദ ലിങ്ക്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആക്ച്വലി ഒരുപാട് എഫേർട്ട് ഈ ഒരു വീഡിയോയുടെ പുറകിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു ഫീൽ തോന്നുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യപ്പോഴാണ്. സോ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ.